കഥ കേൾക്കാം പ്രിയരേ, കഥ കേൾക്കാം. കഥകൾ കേട്ടു രസിക്കാം കൂട്ടരേ. ദൗത്യം എഴുതിയത് LS അശോക്. അവരുടെ ആദ്യ രാത്രിയായിരുന്നു. പാലൊന്നുമില്ല, കുറച്ച് കള്ളു വേണേല് ദേ കട്ടിലിനടിയിൽ വച്ചിട്ടുണ്ട്. വേണയെ മോന്തിയിട്ടുറങ്ങാൻ നോക്കന്റെ പ്രിയ മണവാളൻ. അയാൾ ഞെട്ടിപ്പോയി. കടുവായെ കിടുവ പിടിക്കുന്നോ? പെട്ടെന്നുള്ള നടുക്കം മറച്ചുവെച്ചുകൊണ്ട് ഒന്നുകൂടി മണവാട്ടിയെ അയാൾ നോക്കി. യാഥാർത്ഥ്യം തന്നെയാണ്. അവസരത്തിനോട് താതാത്മ്യപ്പെടാൻ അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ഇന്ന് ആദ്യ രാത്രിയാണ്, സംയമനം പാലിക്കണം. അയാളുടെ വീണ്ടു വിചാരമതായിരുന്നു. ബഹളമുണ്ടാക്കാൻ പാടില്ല, പൊരുത്തപ്പെടണം, എന്നാലേ ലക്ഷ്യം നേടാനാവുകയുള്ളൂ. ഒന്നുമറിയാത്ത വിധം തുടരുക തന്നെ. കള്ളു ഞാൻ കുടിക്കാറില്ല, പറഞ്ഞൊഴിയാൻ അയാൾ നോക്കി. കല്യാണ ദിവസം ആദ്യ രാത്രിയിൽ മണവാളന് പാലിനു പകരം കള്ളു നൽകുന്ന വധുവിനെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല. എവിടെയോ ചില കുഴപ്പങ്ങൾ, ഒരെത്തും പിടിയും കിട്ടിയില്ല. നിങ്ങള് കള്ളു കുടിക്കൂന്നൊക്കെ എനിക്കറിയാം, പേടിക്കണ്ട. ഒരു പൈൻ്റേയുള്ളൂ, അതിൽ കുറച്ചെനിക്കും വേണം. നവവധു തന്റെ ഇംഗിതവും സ്വഭാവ ഗുണവും ഒറ്റവാചകത്തിൽ തന്നെ പ്രകടമാക്കി. വധുവിന്റെ കടുപ്പമാർന്ന വാക്കുകൾക്ക് മുന്നിൽ അയാൾ ഒന്ന് പുളഞ്ഞു, പിന്നെ ഇളിഭ്യനായി. തന്റെ ലക്ഷ്യവും അന്തർഗതവും മാത്രമല്ല, മറ്റു പലതും അവൾ അറിഞ്ഞിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. അസാധാരണമായ ശേഷിയും ശരീരഭംഗിയുമുള്ളവനായിരുന്നു അയാൾ, കൂടാതെ നല്ല വാഗ്ധോരണിയും. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളെയും പെട്ടെന്ന് വശത്താക്കി വരുതിയിലാക്കി വിവാഹം ചെയ്ത് ശാരീരികമായ ചൂഷണവും നടത്തി വിവാഹശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഭരണവും പണവുമായി കടന്നുകളയുന്ന വില്ലൻ. ചിലപ്പോൾ കാമുകനായും ചിലപ്പോൾ വരനായും പ്രത്യക്ഷപ്പെട്ട് കബളിപ്പിക്കും. ചിലപ്പോൾ സ്നേഹിതനായി, സഹായിയായി, വാക്സാമർത്ഥ്യത്തിൽ സ്ത്രീ മനസ്സിൽ കയറിപ്പറ്റും. അപ്രകാരം പല ദേശങ്ങളിൽ, പല രൂപത്തിൽ, പല വേഷങ്ങളിൽ ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. പണവും ആഭരണങ്ങളുമാണ് ലക്ഷ്യം. മുങ്ങിയാൽ ദൂരെ പുതിയ സ്ഥലത്ത് പൊങ്ങും, പുതിയ പദ്ധതി നടപ്പാക്കും. ഇതായിരുന്നു സ്ഥിരം ശൈലി. ദരിദ്ര കുടുംബങ്ങളിലെ വിവാഹം വൈകുന്ന സ്ത്രീകളും രണ്ടാം വിവാഹത്തിനായി കാത്തിരിക്കുന്നവരുമാണ് സ്ഥിരം ഇരകൾ. ഇന്നത്തെ പെണ്ണ്, അവൾ കല്യാണവീരന്റെ 12ാമത്തെ ഇരയാണ്. പക്ഷേ ഇരയെന്നു പൂർണ്ണമായും പറയാറായിട്ടില്ല. കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. തിരിച്ചു കടിക്കുന്ന ഇനം ഇരയായി തോന്നുകയാണ് അയാൾക്കിപ്പോൾ. വീരന്റെ ആത്മവിശ്വാസം പാടയെ ചോർന്നുപോയിരുന്നു. 1 മാസത്തിനു മുന്നേ ചൂണ്ടലിട്ടതാണ്. പുനർവിവാഹക്കാരുടെ പരസ്യത്തിൽ നിന്നു പതിവ് പോലെ പൊക്കിയതാണ് ഈ വധുവിനെ. നിരീക്ഷണങ്ങളിൽ നിന്നയാൾക്ക് മനസ്സിലായത്, അല്പം പൊന്നും പണവുമൊക്കെയുണ്ട്. വൃദ്ധയായ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. തയ്യൽ ജോലിയാണ്. 2 ബന്ധങ്ങൾ ഒഴിഞ്ഞവളാണ്. കുട്ടികളില്ല. ശാന്ത സ്വഭാവം. തന്റേതല്ലാത്ത കുറ്റത്താൽ ബന്ധം വേർപെടുത്തപ്പെട്ടവൾ. ദ്രാവിഡ ശരീര പ്രകൃതിയായതിനാലും തന്റേതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവളുമായതിനാൽ പറ്റാതെ ഭർത്താക്കന്മാർ വിട്ടുപോയതാണ്. ഇത്രയുമാണ് ശേഖരിച്ച വിവരങ്ങൾ. നല്ല ഒരു സാധ്യത അയാൾക്ക് തോന്നി. തക്കം നോക്കി കല്യാണവും ഉറപ്പിച്ചു. അല്പം പ്രായമൊക്കെ കഴിഞ്ഞതിനാൽ ഇത്തരക്കാരെ ഇനി തനിക്ക് വേട്ടയാടാൻ കിട്ടുകയുള്ളൂ എന്ന് അയാളും ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി. രജിസ്ട്രേഷൻ ഒന്നുമില്ല. അമ്പലത്തിനു മുന്നിൽ അവളുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ തുളസിമാലയിട്ട് സ്വീകരിച്ചു. അവൾക്കും താല്പര്യമതായിരുന്നു. 1 പവനോളം വരുന്ന മാലയിൽ താലിയും ചാർത്തി. കുറ്റം പറയരുതല്ലോ, മാല സ്വർണം തന്നെയായിരുന്നു. ചെറിയ ഇരയിട്ട് വലിയതിനെ പിടിക്കുവാൻ തന്നെയാണ്. ഒരുമിച്ച് ഒരാഴ്ച എങ്ങനെയെങ്കിലും കഴിഞ്ഞ ശേഷം വിശ്വാസം മുതലാക്കി ഉള്ളതെല്ലാം ഊരിവാങ്ങി വല്ല ആസാമിലോ മറ്റോ എത്തിപ്പെടാമെന്ന് അയാൾ കണക്കുകൂട്ടി. ഇനി ഈ പണിക്ക് നിൽക്കേണ്ട എന്നും മനസ്സിൽ കരുതി. പക്ഷെ മണവാട്ടി പറയുന്നു, എടോ മണവാള, താനിതും കഴിച്ചു സമാധാനമായി തൽക്കാലം ഉറങ്ങ്. നാളെ രാവിലെ നമുക്കാഘോഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുണ്ട്. അവളുടെ വാക്കുകളുടെ ആജ്ഞാശക്തിയിൽ കുപ്പികാലിയാക്കി അയാൾ അനുസരണയോടെ കിടക്കയിൽ വീണു. അതിരാവിലെ അയാൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കണ്ണു തുറന്നു പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ വഞ്ചിച്ച, പീഡിപ്പിച്ച, സ്വത്തെല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകളും അയാളുടെ രക്തത്തിൽ പിറന്ന കുട്ടികളും മുറ്റത്തുനിന്ന് അയാളെ വരവേറ്റു. അമ്പരപ്പോടെ, ഭീതിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റായ അയാളുടെ നവവധു തന്റെ ദൗത്യം പൂർത്തീകരിച്ച സന്തോഷത്താൽ സൗമ്യമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വിജയഭാവത്തിൽ താലിമാല തിരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ പ്രതിവചിച്ചു, ഇച്ചിരി പ്രയാസങ്ങൾ എനിക്കുണ്ടായെങ്കിലും അത് ഞാൻ നേടി. ആദ്യമായി കളിക്കളത്തിൽ തോൽവി സംഭവിക്കുന്നതറിഞ്ഞ അയാൾക്ക് തല പെരുക്കുന്നതായി തോന്നി.